മഹാകവി വള്ളത്തോളിൻ്റെ ഒരു തോണിയാത്ര എന്ന കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ജാതിഭേദം ഒരു ശാപമാണ്, മനുഷ്യൻ എവിടെയും ഒന്നാണ് എന്നാണ് ഈ കവിതയിലൂടെ കവി നമുക്ക് സന്ദേശം നൽകുന്നത്. ഇരിക്കയായി സന്ധ്യ വഴിക്കിടക്ക വിരിച്ചു, ഞാൻ കേറിയ തോണി താനും സ്ഫുരിക്കുമോളങ്ങൾ മുറിച്ചുകൊണ്ട സരിത്തിലൂടെ ഗമനം തുടങ്ങി. ക്ഷണേന മാർഗവ്യഥ കൊണ്ടു കണ്ണും ചിമ്മിക്കിടക്കും മമ നെറ്റി തന്മേ സച്ചിൽ സുഖം തൂകിന നിദ്ര വന്നു ചുംബിച്ചി തൻ പേറും ഒരമ്മ പോലെ. ഉറക്കമാം കോഴി മതംഗ ചേഷ്ടാ കണങ്ങളെ കൊത്തി വിഴുങ്ങി നിൽക്കേ ആ നാവികന്മാരിരുപേരിലേകൻ തൻ ചോദ്യം അങ്ങോട്ടൊരു കല്ലെറിഞ്ഞു. ഞാനിത്ര വേഗത്തിലുറങ്ങുമെന്നി ബലിഷ്ഠനാം വേട്ടുവനോർത്തിരിക്കാം. ഇവന്നു രാമായണ വായനയ്ക്കെന്നനുജ്ഞ കിട്ടായിൽ അബദ്ധമെന്തോ. ഈ യൂഹമാം ആവി ഘനീഭവിച്ചു വെന്നീർ പൊഴിച്ചു മിഴി രണ്ടിലും നന്നുയർന്നുള്ളവർ താഴ്ന്ന ജാതിക്കാരിൽ കടത്തും കരുണാകടാക്ഷം. സൗഭ്രാത്ര സസ്യത്തിനു ജന്മഭൂവി സത്ക്ഷേത്രം ഏതോ കെടുനീരൊഴുക്കാൽ പലേടവും പാഴ്മണൽ വന്നടിഞ്ഞിട്ടിത്രയ്ക്കു നിമ്നോന്നതമായിയല്ലോ. ബ്രഹ്മർഷിമാർ മുഖ്യനെ മുക്കുവത്തി പെറ്റോരു പുണ്യക്ഷിതി മണ്ഡലത്തിൽ അഹോ മനുഷ്യനോടും സാമീപ്യ സമ്പർക്കമധർമ്മമായി വായിച്ചുകൊള്ളുകെത്രയും ഇഷ്ടമാണതിങ്ങെന്നു ഞാൻ ഉത്തരമോദിയാറേ. ഇരുണ്ട മണ്ണെണ്ണ വിളക്കിനാരാലിരുന്നിതായാൾ തൊഴുകയ്യുമായി. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ ആനന്ദലഭി ഇനി എന്തു വേണം. ചൊൽക്കൊണ്ട തുഞ്ചങ്കുരുവിന്റെ കാവ്യരത്നത്തിൽ നിന്നേന്തിയ കാന്തിയാലേ അപ്പൊട്ട മണ്ണെന്ന വിളക്കു വിദ്യുത് പ്രദീപമായെന്നും എനിക്കു തോന്നി. ഒരദ്ഭുതത്തൂമണമാ സ്ഥലത്തു പരന്നു പാറി കുളിർ കാറ്റിലെങ്ങും നിരന്തരം വന്നു പൊഴിഞ്ഞിതേതോ മരന്തമൊന്നിന്നുടെ വഞ്ചി തന്നിൽ. നിരന്തരം വന്നു പൊഴിഞ്ഞിതേതോ മരന്തമൊന്നിന്നുടെ വഞ്ചി തന്നിൽ.